ഇപ്പൊ ആരോട് ഞാൻ ഒന്നും പറയില്ല ജൂലി. ഒരു അവസരം കിട്ടിയാൽ ഞാൻ പാറക്കുട്ടിക്ക് ഷുവറായി ഒരു പണി കൊടുത്തിരിക്കും. ഹലോ ഹലോ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഓക്കേ മമ്മി. ആന്റി യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഓ റിയലി? താങ്ക് യു ജൂലി, താങ്ക് യു സോ മച്ച്. പൂരത്തിന് വരുന്നവർ ആന്റി മാത്രമേ നോക്കത്തുള്ളൂ, അത്രയ്ക്ക് ഭംഗിയുണ്ട്. എന്നാ ചെയ്യണം ജൂലി, ദൈവം എനിക്ക് സായെല്ലാം വാരി കോരിയല്ലേ തന്നേക്കുന്നേ. വാട്ട്? സായോ? അതെന്താ ആന്റി? സാന്ന് വെച്ചാലേ സൗന്ദര്യവും സമ്പത്തും അതൊക്കെ എനിക്ക് ദൈവം വാരി കോരിയല്ലേ തന്നേക്കുന്നേ. അത് കൊള്ളാലോ ആന്റി, അതുകൊണ്ടാണോ ആന്റിക്ക് സാന്ന് വെച്ചുള്ള പേരിട്ടേക്കുന്നേ? സൂസു. യെസ് മോളോ. മമ്മി ഉത്സവത്തിന് പോവാനേ ഒരു യെല്ലോ സാരി അല്ലേ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നേ? ആ സാരി നല്ല എലഗന്റ് ലുക്ക് ആയിരുന്നല്ലോ, പിന്നെന്താ മമ്മി ചേഞ്ച് ചെയ്തേ? മോളു അത് കാണാൻ മാത്രമേ ലുക്കുള്ളൂ, ഞാൻ എടുത്തപ്പോൾ എന്തോ ഒരു ഭംഗികേട് പോലെ, അതാ ചേഞ്ച് ചെയ്തേ. ഓ മമ്മി പറഞ്ഞിരുന്നു ആന്റിയുടെ കയ്യിൽ ഒരു 1 ലക്കിന്റെ സാരി ഉണ്ടെന്ന്. ആ സാരിയാണോ? യെസ് മോളു, ആ സാരി തന്നെയാ. പ്ലീസ് ആന്റി ആ സാരി ഒന്ന് ഉടുത്തിട്ട് വരൂ, എനിക്ക് കാണാൻ കൊതിയാവാ. 1 മിനിറ്റ് മോളെ, ഇപ്പൊ ഉടുത്തിട്ട് വരാട്ടോ. എടി നീലു, ദേ നമ്മുടെ പിള്ളേര് പോണേ. ഹോ ഇപ്പഴാ ഒരു സമാധാനായേ. വേഗം നടക്കണ്ട. പക്ഷേ നീലു നോക്കടി, ആന. ഓന്റെ സൈഡിൽ നീ ആനനെ നോക്കിനോ? ഞങ്ങൾ പോവാ. റാണി നടക്കടി. ഒക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്കാക്കി പോയാ? നീലു ഞാനുണ്ടടി, നീ ആനനെ കണ്ടിട്ട് പതിയെ വന്നാ മതി. അമ്മ ഇങ്ങോട്ട് നോക്കി. ഈ കുപ്പിവള പാല് എല്ലാണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് വാങ്ങിയാലോ അമ്മ? ഏയ് ഒച്ച ഉണ്ടാക്കാതിരിക്കു കുട്ടിയോളെ. പ്ലീസ് അമ്മ ഒന്ന് വാങ്ങിട്ടാ. ഒച്ച വെക്കലെന്നെ പാർക്കുട്ടി, വാങ്ങി തരാനേ. ഇതുവരെ പൂരത്തിന് വന്നിട്ട് വളയും മാലയും വാങ്ങാതെ നമ്മൾ പോയിട്ടുണ്ടോ? എന്തോന്ന് പിള്ളേരെ ഇത് കാക്കക്കൂടി കല്ലിട്ട പോലെ, ഒന്ന് മിണ്ടാതിരിക്കേ. സന്തോഷം കൊണ്ടല്ലമ്മ, വർഷത്തിലൊക്കെ ഒരിക്കലുണ്ടാവുന്ന ആഘോഷങ്ങളല്ലടി, ഓരോ ആഘോഷിക്കട്ടെ. അമ്മ എന്നെ ചേച്ചിയോട് വില ചോദിക്കേ. എടി പാർക്കുട്ടി ഇപ്പൊ തന്നെ വാങ്ങണ്ടേ? നമുക്ക് ആദ്യമൊക്കെ ഒന്ന് ചുറ്റിയോക്കാം, എന്നിട്ട് എവിടെ വില കുറവുള്ളതെന്ന് നോക്കിട്ട് വാങ്ങിയാ പോരെ? മക്കളെ സിനിമ പറഞ്ഞത് കേക്ക്, പൂരത്തിന് വളയും മാലയും എല്ലാരും വാങ്ങണോണ്ടേ എല്ലാരും നല്ല വില പറയാ. നമുക്ക് നല്ല കടക്ക് നോക്കിട്ട് വാങ്ങാട്ടോ. എന്നാ മക്കള് നടക്കി, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഷെടാ ഒരു പഴക്കലെടുക്കാൻ പോയവനാ, ഇതുവരെ വന്നില്ലല്ലോ. എടാ ഗോവിന്ദൻകുട്ടി, അവനിനി വാഴക്കൊമ്പും വെച്ച് അതിന് തൂമുണ്ടായി വാഴക്കൊല കൊലച്ചിട്ട് പഴം വേണ്ടിട്ടാണോ വരുന്നേ? ചന്ദ്രൻ ചേട്ടോ, ഇതാ ചേട്ടാ ആനനെ അണിയിക്കാനുള്ള സാധനങ്ങളൊക്കെ. അല്ല ചേട്ടാ എവിടെ വെക്കട്ടെ? നല്ല ഭാരാണേ. ദേ ആ ആലും ചുട്ടിൽ വെച്ചേക്ക് മോനെ. അല്ല രണ്ടാം പാപ്പാനെവിടെ? ഗോവിന്ദൻകുട്ടി. ഓ എന്നെ പറയാനാ, ഒരു പഴക്കൊല എടുക്കാൻ പോയതാണേ, ഇപ്പൊ മാഷിട്ട് നോക്കിട്ട് പോലും കാണുന്നില്ല. ആനനെ ഒരുക്കാനേ ഞങ്ങൾ കുറച്ച് പയ്യന്മാരും ഇങ്ങോട്ട് വിടാട്ടോ. ഓ എന്നാ ശരി ചേട്ടാ, ഞങ്ങൾ പോവാ. ചേട്ടോയ്, ചന്ദ്രൻ ചേട്ടോയ്. അല്ലടോ, ഇത്രയും നേരം താൻ എവിടെയായിരുന്നു? അവിടെ നല്ല പുലിക്കളി ഉണ്ടായിരുന്നു ചേട്ടാ, അപ്പൊ കുറച്ചു നേരം നോക്കി നിന്നതാണേ. അല്ല ഇവിടെ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ പോയോ? എന്റെ പൊന്നു ഗോവിന്ദൻകുട്ടി, അതൊന്നും പറയണ്ടടാ, അത് വല്ലാത്ത കഥയായി പോയി. അതെന്താ ചേട്ടാ? നമ്മളോട് നന്നായിട്ട് സംസാരിച്ചില്ലേ ഒരു വായാടി പെൺകുട്ടി? ഓ ഒരു പാറക്കുട്ടി. ആ കൊച്ചിനൊന്നും ഞാൻ ആനപ്പുറത്ത് കെട്ടിയത മോനെ, പിന്നെ കരച്ചിലോട് കരച്ചിലായിരുന്നു. ആളറങ്ങണേ ആളറങ്ങണേ എന്ന് പറഞ്ഞ് എന്തോ ഒരു ഒച്ചപ്പാടായിരുന്നു അറിയോ? എടാ കൃഷ്ണൻകുട്ടി കഴിക്കടാ, എന്നിട്ട് ബാക്കി പറ ചേട്ടാ. എടാ ഉണ്ടക്കണാ ഇറക്കടാന്ന് പറഞ്ഞ് ഞാൻ വേഗം ഇറക്കി കൊടുത്ത് അതിന്റെ കൂടെയുള്ളവരെ ആ കൊച്ചിനങ്ങ് കളിയാക്കി. ആ കൊച്ചിനുണ്ടോ കളിയാക്കിയത് പിടിക്കണേ, അത് കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം. പാവം കൊച്ച്. Wow, super auntie, super. You look amazing auntie. ഓ എന്നെ ചെയ്യാനാ, സൗന്ദര്യം ഒരു ശോഭമായല്ലോ ദൈവമേ. ഹലോ മമ്മി, ഏത് സാരിയാ കൊടുക്കണ്ടേ? ഏറ്റവും കൂടുതൽ റേറ്റ് ഏതിനാ മമ്മി? മമ്മി ആദ്യം കൊടുത്തില്ലേ റെഡ് സാരി, അതിന് 1.5 ലക്ഷം രൂപയുണ്ട് മോളോ. എന്താ ആ സാരി എടുത്താ മതി മമ്മി. പൂരത്തിന് വരുന്നവരൊക്കെ മമ്മിയുടെ സാരി കണ്ട് ബോധം കെട്ടി വീഴണം. എനിക്ക് റെഡ് സാരിയാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ. ഈ യെല്ലോ സാരിയിലേക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇടുമ്പോഴേ ഒന്നും എടുത്തു കാണിക്കുന്നില്ലെന്നേ. റെഡ് സാരി ആകുമ്പോഴേ നമ്മുടെ ഗോൾഡ് എല്ലാം പളപളാ മിന്നി കാണുമല്ലോ. ഓ ആന്റിയുടെ പുതിയ വിമാനമാണല്ലോ. മമ്മി വരുന്നില്ലേ? എത്ര നേരമായിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാന്നറിയോ? കുഞ്ഞാവി കരയുന്നുണ്ട് മമ്മി, ഒന്ന് വേഗം വാ. ഇതാ വരുന്ന കീർത്തി മോളെ. ഹലോ ജൂലി, നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ റെഡ് സാരി എടുത്തിട്ട് വരേ. ഓക്കേ അമ്മ സൂക്ഷിച്ച്. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങുമ്പോ ഒന്ന് വിളിക്കണമെന്ന്. അതിന് മാത്രം കേടൊന്നും എനിക്കില്ല മോനെ. ആ അതെനിക്കറിയാലോ, 18 ഇന്നലെ തികഞ്ഞിട്ടുള്ളൂ, ഒന്ന് പതുക്കെ ഇറങ്ങമ്മാ. എന്നെ കളിയാക്കാനല്ലേ നിനക്ക് സമയമുള്ളൂ. അല്ല അച്ഛനവിടെ, ഇനി അതിൽ കിടന്ന് ഉറങ്ങിപ്പോയോ? എടാ മോനെ, എന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സില്ലേ, അത് ഞാൻ സീറ്റിൽ വെച്ച് മറന്നേ, അതെടുക്കാൻ പോയതാടാ. ഇതിപ്പോ പേഴ്സും കാണുന്നില്ല, അതെടുക്കാൻ പോയ മൂപ്പരും കാണുന്നില്ലല്ലോ. എടാ മോനെ നീ ഒന്ന് പോയി നോക്കിക്കേ. ദൈവമേ, ഇനി വല്ല കള്ളന്മാരും എന്റെ പേഴ്സ് അടിച്ചോണ്ട് പോയോന്നാവോ? എന്തിനാടാ നീ ഇങ്ങനെ ചിരിക്കുന്നേ? എന്റെ പൊന്നമ്മേ, ആ പേഴ്സ് കിട്ടിയ കള്ളന്മാർ മൂഞ്ചി പോയല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചതാ. ആ പേഴ്സിലേക്ക് എന്നാ ഉണ്ടാവാനാ? കുറെ പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും ഷുഗറിന്റെയും ഗുളിക അല്ലാതെ വേറെ പൈസ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിയടാ, അമ്മ എങ്ങനെ ഇരുന്ന് കളിയാക്കാതെ അച്ഛനവിടെ പോയി നോക്ക്. അമ്മേ ഇത് അച്ഛൻ വരുന്നു. ഹാഹോ ഇപ്പോഴൊരു ആശ്വാസേ. മോളെ എനിക്ക് തീരെ കണ്ണു പിടിക്കുന്നില്ല, അച്ഛന്റെ കയ്യിൽ എന്റെ പേഴ്സ് ഉണ്ടോ നോക്കിക്കേ. ഞാനെല്ലാം കേട്ട്. നിനക്ക് ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ ബാഗ് കിട്ടിയാൽ മതി അല്ലേടി? ഇന്ന നിന്റെ പൊന്നാര ബാഗ്. പൊന്നു മനുഷ്യ, നിങ്ങൾ എവിടെ പോയാലേ അവസാനം കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് തന്നെ വരുന്നറിയാം. പക്ഷെ എന്റെ ബാഗ് അങ്ങനല്ലല്ലോ, പോയാ പോയതല്ലേ. ഇവളോട് സംസാരിക്കാൻ നിന്നാലേ വട്ടാവും. എടാ മോനെ, ബാലു വന്നോ? 100 വയസ്സാച്ചാ, ബാലുചേട്ടനും ബാസ്ചേട്ടനും വരുന്നു.
വന്നിട്ട് കൊറേ നേരമായി അച്ഛാ. ഇല്ല മോനെ, ഇപ്പൊ വന്ന് ഇറങ്ങിയുള്ളൂ. എടാ ബാസിയെ, നിനക്ക് സുഖല്ലടാ? ഓ, അങ്ങനൊക്കെ അങ്ങ് കഴിഞ്ഞു പോണമ്മ. ഇനി ഞങ്ങൾ അടുത്ത് വരുന്നേ നിന്റെ കല്യാണത്തിനായിരിക്കും കേട്ടോ മോനെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛൻ നമുക്ക് പോയാലോ? അവിടെ പൂരൊക്കെ അവിടെ ഭയങ്കര ബ്ലോക്ക് ആണെന്നേ. സീതേ, ആ ബാഗിങ് എടുക്ക്, ഞാൻ പിടിച്ചോളാം. വേണ്ട ചേട്ടാ, അതിന് മാത്രമുള്ള ഭാരമൊന്നുമില്ലേ, ഞാൻ തന്നെ പിടിച്ചോളാം. ബാലുചേട്ടാ, എന്നാ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. നോക്കി നിൽക്കാതെ നടക്കാൻ നോക്കി മക്കളെ. നല്ല തിരക്കാണല്ലോ മോളെ. അമ്മ, ഇതൊന്നല്ല തിരക്ക്, കുറച്ചും കൂടി വെയിലറിയല്ലേ, പിന്നെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവത്തില്ല. അമ്മ, പിങ്കുമോളെ ആന്റി എന്താ വരാത്തെ? ആന്റിയുടെ പഴയ കൂട്ടുകാരോട് സംസാരിക്കല്ലേ, അവര് പിന്നാലെ വന്നോളൂന്നേ. നീലുമ്മ, എന്റെ അച്ഛനമ്മ എത്തിയോ? എന്താ മോൾക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നുണ്ടോ? അതല്ല, ചുമ്മാ ചോദിച്ചതാ. അവര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലേ ബാലജി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രെയിൻ എങ്ങാനും ലേറ്റ് ആയിട്ടുണ്ടോ എന്തോ. അമ്മ, അവര് നേരം കിട്ടാ വരിക? അറിയത്തില്ല മോളെ. ഇനി അച്ഛനമ്മക്ക് വല്ല വയ്യായിട്ട് ഉണ്ടെങ്കിലേ വീട്ടിൽ കുറച്ചു നേരം കിടന്നിട്ടൊക്കെ വരുന്നുണ്ടാവുള്ളൂ. മക്കൾ അങ്ങോട്ട് നടക്കി. ഓ, ഇതെന്താണ് പൂരപ്പറമ്പ്? പൂരപ്പറമ്പാണത്ര പൂരപ്പറമ്പ്. ഒരു ഐസ്ക്രീം ചെടിനെ കാണാനില്ല, ബലൂൺ ചെടിനെ കാണാനില്ല. ഈ കുട്ടിയോടെ ഒരു കാര്യേ. ഇനി പാർക്കുട്ടി അങ്ങോട്ട് നടക്ക്. അമ്മേ, ദേ രണ്ടാനാ. തുമ്പി മോളെ, ഓടല്ലേ? താവരേച്ചി, ഞാൻ ആരുടെ തുമ്പി കൈമ തൊടാ? മോളെ, അടുത്തേക്കൊന്നും പോവല്ലേ. ആരൊന്നും ചെയ്യത്തില്ല അമ്മ, ആരും പാവാ. മോളെ അങ്ങോട്ട് നടക്ക്, അച്ഛൻ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. പ്ലീസ് അമ്മ, കുറച്ചും കൂടെ നേരം ഒന്ന് കണ്ടോട്ടെ. ഉത്സവം വന്നാൽ ഇത്ര അടുത്ത് ആനനെ കിട്ടുള്ളൂ അമ്മ. തുമ്പി മോളെ, കുറുമ്പ് കാണിക്കില്ല, അമ്മ പറയുന്നത് കേക്ക്. ആന ഇവിടെ തന്നെ ഉണ്ടാവല്ലോ, താമരേച്ചി വന്ന് കാണിക്കാനേ. എന്ന് സത്യം ചെയ്യ്, എന്ന് മാത്രമേ അവിടുന്ന് പോരുള്ളൂ. അപ്പൊ തുമ്പിമോൾക്ക് താമരേച്ചിന് വിശ്വാസമില്ലേ? തുമ്പിമോൾക്ക് താമരേച്ചിന് ഒത്തിരി വിശ്വാസാ. നിങ്ങൾ ആ പൂരപ്പറമ്പിൽ ചായക്കട നടത്തുന്ന കുമാരേട്ടന്റെ ഭാര്യയല്ലേ? ആ, എങ്ങനെ മനസ്സിലായി? ഞാൻ അവിടുന്ന് ചായ കുടിക്കാൻ വന്നപ്പോഴേ 1-2 പ്രാവശ്യം നിങ്ങളെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. നല്ല അടിപൊളി ചായയാണേ. അല്ല, ഇത് കുമാരേട്ടന്റെ മോളാണോ? അതെ, ഇത് മൂത്ത മോളാ താമര, അത് ഇളയ മോളാ തുമ്പിമോള്. മോളെന്ന് പഠിക്കുവാണോ അതോ കല്യാണം കഴിഞ്ഞോ? അത് പിന്നെ ചേട്ടാ, മോള് പഠിക്കുവാ. മോളുടെ കല്യാണം നോക്കുന്നുണ്ടോ? നമ്മുടെ അറിവിൽ നല്ല പയ്യന്മാരൊക്കെ ഉണ്ടേ. ഇവൻ പാപ്പാനാണോ അതോ ബ്രോക്കറാണോ? ആനനെ നോക്കാൻ വന്നവന് ആന നോക്കിയ പോലെ കല്യാണം നോക്കാൻ നിൽക്കണോ? എന്നാ ശരി ചേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ചായക്കടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലാണേ. ഓ, അതിനെന്താ പെങ്ങളെ, പോയിക്കോളൂ. ഒന്നങ്ങോട്ട് മാറി നിൽക്കടാ. തുമ്പിമോളൊന്ന് വേഗം നടക്ക്. നല്ല ഐശ്വര്യമുള്ള കൊച്ച് അല്ല ചേട്ടാ? ചേട്ടോയ്, എന്താണ് ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല മോനെ. അല്ല, മോന് കമ്മിറ്റി താളല്ലേ? ആനനെ ഒരുക്കാനേ കുറച്ച് പയ്യന്മാരെ ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞിരുന്നു, ഇതുവരെയായിട്ട് വന്നില്ലല്ലോ. 1 മിനിറ്റ് ചേട്ടാ, ഞാൻ പിള്ളേരോട് വരാൻ പറയാം. ഒന്ന് വേഗം ആയിക്കോട്ടെ. അമ്മ, ഇവിടെ നിറയെ കളിപ്പാട്ടങ്ങളും വാളും മാല എല്ലാം ഉണ്ട്. നമുക്കൊന്ന് വില ചോദിച്ചാലമ്മ? എടി പാർക്കുട്ടി, ഇവിടെ വിമാനം തോക്കും ബോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയാലോ? പിന്നല്ല. ആഹാ, മക്കളെ പൂതി മനസ്സിലിരിക്കുള്ളൂ. ബോളും തോക്കും വിമാനൊക്കെ പിടിച്ച് കളിക്കേണ്ട സമയമാണല്ലോ ഇപ്പോ. എന്ത് ഞങ്ങൾ അങ്ങോട്ട് കളിച്ചാലേ? എന്റെ പേരിൽ മാത്രമുള്ള കുട്ടി, അല്ലാതെ ഇള്ളമാവൊന്നുമല്ലല്ലോ. അതെന്താ, ഇള്ളവർക്ക് മാത്രം അങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ? എക്സാം അടുത്തൊന്നും മക്കൾ അറിഞ്ഞിട്ടില്ലേ? ആദ്യം പോയി പഠിക്കാൻ നോക്ക്. കളിച്ച് നടക്കുന്ന പ്രായമാണെന്ന എല്ലാത്തിന്റെ വിചാരം. എന്തോ സമയത്ത് വാളി മാലൊക്കെ വാങ്ങിത്തരാം, അല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിത്തരത്തില്ല കേട്ടാ. അതിനുവേണ്ടി മക്കൾ മരക്കോട്ടെ കെട്ടും വേണ്ട. അമ്മ വാങ്ങിത്തരണ്ട. എനിക്കിതൊക്കെ വാങ്ങിത്തരാനേ അച്ഛനുണ്ട്, ചിറ്റപ്പനുണ്ട്, വിഷ്ണു ചേട്ടനുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. അമ്മ വാങ്ങിത്തന്നില്ലെങ്കിലേ എനിക്കൊരു കുഴപ്പമില്ല. നീ പഠിക്കാൻ വളരെ മോശം, അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും വാങ്ങിത്തരണ്ടെന്നേ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അമ്മേ, കഷ്ടം കേട്ടോ. ഞാൻ പോവാ. ഈ പാർക്കുട്ടി നിക്കടി, നീ എങ്ങോട്ട് ഓടുന്നേ? ഈ പെണ്ണിന്റെ ഒരു കാര്യേ. പാർക്കുട്ടി, അവള് പിണക്കത്തിലമ്മ, വിളിച്ചിട്ട് വരുന്നേ ഇല്ല. എടി നീലോ, നിന്റെ ഫോണല്ലേ ബെല്ലടിക്കുന്നേ? ബാലു ആണല്ലോ. ഹലോ ബാലു, എന്താ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഈ കുരിപ്പ് എവിടുന്ന്? ഈ പാർക്കുട്ടിയോട് ഒച്ച ഉണ്ടാക്കുക, ഒന്നും കേൾക്കുന്നില്ലെന്നേ. പാർക്കുട്ടി, നിന്നെ ഞാൻ. അയ്യോ, അമ്മേനെ തല്ലിക്കൊല്ലുന്നേ. എന്തൊരു കാന്താരിയ പെണ്ണ്. ഹലോ ബാലു, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടേ. എന്ത്, അച്ഛനും അമ്മയും സുരേന്ദ്രൻ എല്ലാരും എത്തിയോ? പിന്നെ ബാലു, ഞാൻ കിച്ചണിലെ ചോറും കറി ഉപ്പേരി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചത് അടുപ്പത്തുണ്ട്. അതെല്ലാം അച്ഛനും നമുക്ക് എടുത്തു കൊടുക്കണേ. ഊണ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതിട്ടോ, അല്ലെങ്കിൽ അച്ഛനും നമുക്ക് ആകെ വയ്യാതാകും. ശരി ശരി. ഓലെല്ലാരും എത്തിയാ? ഓലെപ്പോഴും അങ്ങോട്ട് വരിക? ഊണ് കഴിച്ചിട്ട് വരൂടി. സീതല്ലേ കൂടെ മോളെ? എല്ലാരും ഉണ്ടെന്നേ. ചേട്ടാ, ഈ മമ്മി എന്താ വരാത്തെ? ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവുന്ന ചേച്ചി, മമ്മി ഒരുങ്ങിക്കോട്ടെ. ഞാൻ ഒരുങ്ങണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് എന്തൊരു ഒരുക്ക. 10 മണിക്ക് കയറിയത് റൂമില്, ഇപ്പൊ 12 മണിയായി. എല്ലാരും കേട്ടി ചേച്ചിയെ പോലെ ആവത്തില്ലല്ലോ. ചെലം നന്നായിട്ട് ഒരുങ്ങിട്ടേ പുറത്തു പോവൂ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മമ്മി, ഒറ്റ വെക്കണ്ട മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തോന്ന് മമ്മി ഇത്? മമ്മി ഉത്സവത്തിനാണോ പോകുന്നത്, കല്യാണത്തിനാണോ പോകുന്നത്? എന്തേ കേട്ടി മോളെ, മമ്മിയുടെ മേക്കപ്പ് ഇത്തിരി കുറഞ്ഞു പോയോ? ഓന്റെ മമ്മി ആന അണിഞ്ഞൊരുങ്ങി പോലെ അമ്മ വന്നേക്കുന്നേ. എല്ലാരും മമ്മിയെ തന്നെ നോക്കൂ. അത് തന്നെയാണല്ലോ മോളെ എനിക്ക് വേണ്ടേ. ചേട്ടാ, ഈ മമ്മി എന്നെ നാണം കെടുത്തുന്ന തോന്നുന്നേ. മമ്മി കുറച്ച് ഓർണമെന്റ്സ് ഊരി വെക്ക്, അവിടെ എന്തോരം ആൾക്കാരുണ്ടാവുന്നതാ. ചിലപ്പോ കള്ളന്മാരുണ്ടാവും അതിന്റെ ഇടയില്. പിന്നെ സൂസമേടത്തിന്റെ സ്വർണ്ണം കവരാനേ അവിടെ ഒരു കള്ളനും ജനിച്ചിട്ടില്ല. എന്റെ സ്വർണ്ണം കണ്ടോട്ടെ അവന്റെ കൈ ഞാൻ വെട്ടു. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കല്ലു കൊള്ളാമോ? അമ്മയ്ക്ക് തീരെ ഒരുങ്ങാൻ സമയം കിട്ടില്ലടി. വാവായിട്ടുണ്ട് മമ്മി. കീർത്തിമോളെ, കണ്ടു പഠിക്ക്, ഇങ്ങനെ വേണം മക്കളായാൽ. എന്നെ കൊണ്ട് അങ്ങനെ ആവാൻ പറ്റത്തില്ല മമ്മി. കുഞ്ഞാവ കരിയാണല്ലോ ആന്റി. എന്നെ പറയണ ജോലി, അവൾ എപ്പോഴും കരച്ചിലാണെന്നേ.
മമ്മി മോളും കഷ്ടം തന്നെ മമ്മി. ഉത്സവത്തിന് പോയ കുഞ്ഞാവൻ എല്ലാരും ചോദിക്കത്തില്ലേ, അപ്പൊ എന്നാ മമ്മി പറയാ? യാ, അത് ശരിയാണല്ലോ. മമ്മി ഒന്ന് വേഗം കയറുന്നുണ്ടോ, അല്ലെങ്കിൽ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുന്നേ. ബ്ലോക്ക് ആവണല്ലേ കേട്ടി പോളെ, അതിന് തന്നെയല്ലേ ഞാൻ ലേറ്റ് ആയേ. എന്നാലല്ലേ നമ്മുടെ പുതിയ കാറ് 4 ആൾക്കാർ കാണത്തുള്ളൂ. ഓ, ആടിയുടെ പുതിയ വിമാനം തന്നെ. മമ്മിയോട് ഈ ഓപ്പൺ കാർ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞതാ. സാധാരണക്കാർ അങ്ങോട്ട് വരിക, എല്ലാവരും വല്ല വന്യജീവിയെ കണ്ടുപോലെ നോക്കാം. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ എന്റെ മോളായിട്ട് തന്നെ ജനിച്ചല്ലോ. അതന്നെ എന്റെയും സങ്കടം. നീ എന്നാടി പറഞ്ഞേ? വണ്ടി കേറാൻ നോക്ക് മമ്മി. ഇതാ കുരിയുടെ മോള് തന്നെ.